ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ ദിവസവും ഞാനുള്ള ദിവസത്തെ ഡെയിലി വ്ളോഗല്ലേ കാണുന്നത്. ഇന്നൊന്ന് മാറ്റി പിടിച്ചാലോ? ഞാൻ ഇല്ലാത്ത ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഇത്. അന്നേരം വീട് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോഴത്തേ രാവിലെ എണ്ണം കിച്ചിക്കൊണ്ടും കാശിക്കൊണ്ടും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അച്ഛയും അമ്മയും പതിവ് പോലെ തന്നെ ആശുപത്രിയിലോട്ട് പോയിട്ടുണ്ട്. അച്ഛയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടി ടെസ്റ്റിനും കാര്യത്തിനും ഒക്കെ ആയിട്ട് ഒത്തിരി ദിവസമായിട്ട് നടപ്പാണ്. അപ്പോൾ ഞാൻ ഇന്ന് തലേ ദിവസം, അതായത് അപ്പം മരിച്ചിട്ട് 21 വർഷമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം രാവിലെയാണ് ഇത്. രാവിലെ ഞങ്ങളെ വൈകിട്ടാണ് അന്ന് വന്ന് കൊണ്ടുവന്നത്. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ, അന്ന് തലേദിവസമാണ് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്ത കാഴ്ചകളാണ് കേട്ടോ ഇത്. എന്നു വെച്ചാൽ തിണ്ണ നിറച്ചും പൂച്ചയുടെ കാൽപ്പാടും ചെള്ളയും എല്ലാമാണ്. എനിക്കിത് നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മൂഡ് പോവുക ആ ദിവസത്തെ. അന്നേരം ഇതൊക്കെ തലേദിവസം രാവിലെ കഴുകിയിട്ടൊക്കെ തുണികളാട്ടോ മെഷീനിലിട്ട്. ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് രാവിലെ കഴുകിയിട്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അകവും എല്ലാം കണ്ടോ. അപ്പം ഞാനുള്ളപ്പോൾ സാധാരണ എല്ലാം അടുക്കി പെറുക്കി എല്ലാം നല്ല നീറ്റാക്കി വെക്കും. എനിക്ക് അങ്ങനെ കിടക്കണം എപ്പോഴും. അപ്പം ഞാൻ ഇല്ലാത്ത ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് ഞാനെല്ലാം നിങ്ങളെ ഒന്ന് കാണിക്കുവാണേ. അച്ഛയമ്മ രാവിലെ ആശുപത്രിയിൽ പോയി ചോറൊക്കെ വെച്ചിട്ടുണ്ട്. കറിയൊക്കെ തലേദിവസത്തെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറൊന്നും വെക്കുന്നില്ല. അപ്പോഴത്തേക്കും വെക്കണം എന്നുണ്ട്. പക്ഷേങ്കിൽ മുന്നോട്ട് വരുമ്പം കാണാം കാശി ഭയങ്കര വഴക്കായിരുന്നേ. അന്നത്തേക്കിന് വേറെ ഒന്നും വെച്ചില്ല കേട്ടോ. തലേദിവസത്തെ കറികൾ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോഴത്തേ രാവിലെ തൂത്തുവായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് വന്ന് തൂത്തുവാരി തുടയ്ക്കാതെ ഞാൻ വേറെ ഒരു പരിപാടിയും ചെയ്യത്തില്ല. എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഈ ഒരു അവസരത്തിൽ വീഡിയോ കാണണേ. അതെ, ഞാൻ തൂത്തുകൊണ്ടിരുന്ന സമയത്ത് കാശി എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട്. കാശിയുടെ കളി ഇതാണ്. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തുനിന്ന് പോകുന്ന കഴിയുമ്പം കാശി എഴുന്നേറ്റ് പോരും. അപ്പോഴത്തേ ഞാൻ തൂത്തുവാരിയെല്ലാം കൂട്ടി പിന്നെ കാശി കരച്ചിലൊക്കെ മാറ്റിയിട്ട് ആൾട്ടനെ കൊണ്ട് കൊടുത്തിട്ടാണ് കേട്ടോ ബാക്കി തൂത്തത്. എന്നിട്ട് ചൂലൊക്കെ കഴുകി വെച്ച് തൂത്തുകാരി കഴിയുമ്പോഴത്തേക്കും ചൂലൊക്കെ കഴുകി വെക്കും. അങ്ങനെ എന്നും അല്ല കേട്ടോ, ഒത്തിരി ദിവസം, കുറച്ച് ദിവസം കൂടുമ്പോൾ. അതായത് ഇതുണ്ടോ പൂച്ചയുടെ കാൽപ്പാട് കണ്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് മഴ പെയ്താൽ പിന്നെ ഭയങ്കര പണിയാണ് കേട്ടോ. രാവിലെ നടയും എല്ലാം പൂച്ചയെല്ലാം വൈകിട്ടെല്ലാം കയറി നിരങ്ങിയിരിക്കുവാണ്. അന്നേരത്തേക്ക് നേടെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അന്നേരത്തെ ഇത് തുടച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. തിണ്ണയെല്ലാം ആ മോള് ഭാഗമില്ല നമ്മൾ ഇരിക്കുന്നത്, അതെല്ലാം ഞാൻ തുടച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കണം. വീടും മിറ്റം ഞാനിപ്പം കാണിക്കാതെ എങ്ങനെയാണ്. തലേദിവസം അമ്മ അയൽക്കൂട്ടത്തിന് പോവായിരുന്നു. പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം പിന്നെ മഴയൊക്കെ ആയിരുന്നു. പിന്നെ അച്ഛയും അന്ന് എന്തോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മിറ്റമൊക്കെ അപ്പടി അഴുക്കാണ്. ഞാൻ ഇല്ലാത്ത ദിവസം അമ്മ തൂക്കുന്നതാണ്. അന്ന് അമ്മയ്ക്കും തൂക്കാനായിട്ട് പറ്റിയില്ല മിറ്റമൊന്നുമേ. ഇത് അമ്മയുടെ മുറിയാണ്. അമ്മയുടെ മുറിയെല്ലാം ആദ്യമേ തൂത്തുവാരി എല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാ മുറിയും തുടയ്ക്കുന്നത്. ഇത് അമ്മയുടെ മുറി തുടച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മളുടെ അപ്പുറത്തെ മുറിയില്ലേ, ഈ മുറിയിൽ ഞാൻ തൂത്തുവാരും തുടയ്ക്കാനും മാത്രമേ കയറുള്ളൂ കേട്ടോ. ഇത് അച്ഛയുടെ അമ്മയുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന മുറിയാണ്. പിന്നെ കിച്ചുകൊണ്ടേയും കാശിക്കൊണ്ടേയും കസേരയും വോക്കറും ഒക്കെ വെക്കുന്നത് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഡൈനിങ് ഹാളില്ലേ, അവിടെയാണ്. എല്ലായിടവും തൂത്ത് അടിഭാഗം എല്ലാം തൂത്തെല്ലാം കഴിഞ്ഞിട്ടാണ് വൃത്തിയാക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ സൈഡെല്ലാം കിടക്കുന്നത് കണ്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നിട്ടേക്ക് ഞാനുണ്ടെങ്കിൽ മഴ കഴിയുമ്പോഴത്തേക്കിന് എല്ലാം വൃത്തിയാക്കി ഇടുവേ. ഞാൻ ഇല്ലാഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ആരും അതിനൊന്നും പറയില്ല കേട്ടോ. ഞാൻ ഉള്ളപ്പോഴത്തേക്കിനും എല്ലാം കറക്റ്റായിട്ട് മഴ ഒന്ന് തോർന്ന് കാണുമ്പോഴത്തേക്കിനും എന്നെ എല്ലാം ശരിയാക്കുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം അടുക്കി പെറുക്കി എല്ലാം വെച്ചു. പിന്നെ പാത്രം കഴുകാൻ വേണ്ടി മാത്രം എല്ലാം കൂടെ പെറുക്കിയിട്ടുണ്ട്. അത് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റിയുടെ കവറും എല്ലാം മാറി. അതും കുറച്ച് ദിവസമായി, ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും ഇങ്ങനെ മാറുവേ. അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കിച്ചുകൂട്ടൻ ഞാൻ എന്നാ ചെയ്യുന്നത് കണ്ടാലും ആ പുറകെ വരും ചെയ്യാനായിട്ട്. കുഞ്ഞതാണെങ്കിലും അവനെല്ലാം ഇപ്പോഴേ ചെയ്ത് ശീലിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണേലും ചെറിയ ചെറിയ പണികളൊക്കെ, അവൻ്റെ പണികളും എല്ലാം ഞാനങ്ങനെ ചെയ്യിപ്പിക്കും. കളിപ്പാട്ടമൊക്കെ വലിച്ച് വാരിയിട്ട അതൊക്കെ പെറുക്കി വെപ്പിക്കും. അങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കും കേട്ടോ. കുഞ്ഞിൽ നമ്മളെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. കുഞ്ഞിലെ നമ്മൾ ശീലിക്കുന്ന പോലെ ഇരിക്കും വലുതാകുമ്പോഴും. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം വെച്ച് നോക്കിയാൽ തന്നെ കുഞ്ഞിലേ മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മ ഇങ്ങനെ ഒരു തരി കിടന്നാൽ പോലും അത് പെറുക്കി അപ്പോഴേ കളയാതെ അമ്മയ്ക്ക് സമാധാനമില്ല. പിന്നെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം തിണ്ണയെല്ലാം തുടച്ച് വൃത്തിയാക്കും, മഴവെള്ളം എല്ലാം കളഞ്ഞ് അങ്ങനെയൊക്കെ കണ്ട് എനിക്കിപ്പോൾ ആ ഒരു രീതിയാണ്. എന്നാ കണ്ടാലും എനിക്ക് അന്നേരം അത് വൃത്തിയാക്കി പോകണം. അല്ലെങ്കിൽ എനിക്കത് ചെയ്യുന്നിടം വരെ അതെനിക്ക് സമാധാനമില്ല. കഴിക്കത്ത് പോലും ഇല്ല. ഞാനത് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. അന്നത്തേക്കും കിച്ചുകൊണ്ടും കാശിക്കൊണ്ടും കഴിക്കാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുളിപ്പിച്ചിട്ട് വന്നപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് കാശി ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ഭയങ്കര നിർബന്ധവും ബഹളവും. കുളിപ്പിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ഉടുപ്പിടാൻ വേണ്ടിയൊക്കെ ഓടി വരുന്ന. ഇന്ന് ഭയങ്കര നിർബന്ധമായിട്ട് ഉടുപ്പിടാൻ പോലും സമ്മതിക്കുന്നില്ല. ഓടിപ്പോയി വെളിയിൽ ഇറങ്ങുന്ന പോലെ നിൽക്കുവാണ്. പക്ഷെ അവിടെ ഇങ്ങനെ പടിയുള്ളതുകൊണ്ട് അവൻ അതും സാധിച്ചില്ല. എന്നിട്ട് പിന്നെ ഉടുപ്പെല്ലാം ഇടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് നല്ല കളിയായിരുന്നു.
ആ സമയത്തിന്. അത് കഴിഞ്ഞിട്ട് വേണ്ടേ കാശിയുടെ വഴക്കൊന്നും മാറിയില്ല. ഉടുപ്പിടാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കി നോക്കി നിൽക്കണം. അവൻ ഓടുമായിരുന്നേ. എന്നിട്ട് ഉടുപ്പെല്ലാം ഇടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ ഒരു രക്ഷയില്ല വഴക്കിന്. അന്നേരം ഞാൻ അവൻ്റെ അടുത്ത് തന്നെ കുറച്ച് നേരം ഇരിക്കുവാണേ. അന്നേരത്തേക്ക് നെറ്റ് കണ്ടോ ഗൈസ്, നെറ്റ് എന്നാന്ന് വെച്ചാൽ കിച്ചുക്കൂട്ടൻ കഴിഞ്ഞ ദിവസം അവനെ മറിച്ചിട്ടാണ് കേട്ടോ. ഓടി വന്നപ്പോഴത്തേക്കിനും അവൻ പെട്ടെന്ന് മറിഞ്ഞു വീണ് ആ ഇടിച്ച സ്ഥലത്ത് തന്നെ നിൻ്റെ പിറ്റേ ദിവസം ഓടി വന്ന് ഇടിച്ചു, നെറ്റിയും കൊണ്ട് തന്നെ ഇടിച്ചപ്പോൾ ആ ഭാഗം തന്നെ അങ്ങ് മുഴച്ച് കേട്ടോ. അതാണ് ഞാൻ മഞ്ഞളും എണ്ണയും കൂടെ തേച്ച് വെച്ചേക്കുന്നതാണേ. അത് കഴിഞ്ഞപ്പോഴത്തേ ഭയങ്കര കാറ്റും മഴക്കോളും ഒക്കെയാണ് കേട്ടോ. ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു, ആരും ഇല്ലായിരുന്നില്ല ഇവിടെ. അന്നത്തേക്ക് ഇതേ ഭയങ്കര മഴയും അതിൽ മഴയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ആ തലേദിവസത്തെ കിടപ്പുണ്ടല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങുവാണ് മിറ്റ. അന്നത്തേക്കിനും അച്ഛയും അമ്മയും വന്നായിരുന്നേ ആശുപത്രി പോയിട്ട്. ആ സമയത്ത് ഞാൻ കിച്ചിക്കൊണ്ടേയും കാശിക്കൊണ്ടേയും അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വെള്ളിട്ട് ഇറങ്ങിയേക്കുവാണ് മിറ്റം വൃത്തിയാക്കാനായിട്ട്. ഇത് കാറ്റത്ത് കസരയൊക്കെ മറിഞ്ഞു പോയേക്കുന്നുണ്ട് കണ്ടോ. തൂക്കാതെ കിടക്കുമ്പം കണ്ടോ, ഒരു ദിവസം തൂത്തില്ലെങ്കിൽ തന്നെ മൊത്തം പണിയാണ്. കിണറിൻ്റെ മണ്ടയിലും എല്ലാം ഇങ്ങനെ ചപ്പും ചവറും എല്ലാം കിടക്കും. ഇത് ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് കണ്ടത് ഇതുപോലെ തന്നെ കിടക്കണം, വീടും പരിസരവും എല്ലാം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എനിക്കത് ചെയ്യുന്നിടം വരെ സമാധാനം ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി മിറ്റമെല്ലാം അടിച്ച് അതുകൊണ്ട് അവിടെ കൊണ്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം മഴ കഴിയാതെ ഒന്നും ഉണങ്ങാതെ കത്തിക്കാൻ പറ്റത്തില്ല. ഇത് എൻ്റെ കിണറിൻ്റെ മണ്ടയിൽ എല്ലാം തൂത്തുവാരി കളഞ്ഞ് ഇനി കുളിക്കാനായിട്ടൊക്കെ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.